നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖുചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ ദേവീ ശരണം അമ്മേ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. മഹാദേവ്യൈ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. അഷ്ടമസ്കന്ധത്തിലെ 23-ാമത്തെ അധ്യായമാണ് ഇന്നു മുതൽ അവലോകനം ചെയ്യുന്നത്. നരകവർണ്ണനകളാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. ശ്രീനാരായണ ഋഷി നാരദന് പറഞ്ഞുകൊടുക്കുന്ന ഭാഗങ്ങൾ കുറേ നരകങ്ങളെപ്പറ്റിയും അവയിൽ പോകാൻ ചെയ്യുന്ന പാപകർമ്മങ്ങളെപ്പറ്റിയും അതിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള യാതനകളെപ്പറ്റിയുമെല്ലാം ആണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ആ നരകവർണ്ണനകളെ തുടർന്നുകൊണ്ട് നാരായണ ഋഷി തുടരുകയാണ്. ദാനം, ധനവിനിമയം എന്നീ കാര്യങ്ങളിൽ സാക്ഷിയായി നിന്ന് സദാ അസത്യം പറയുന്ന പാപബുദ്ധികൾ മരണാനന്തരം 100 യോജന പൊക്കമുള്ള പർവ്വതത്തിൻ്റെ മൂർധാവിലെത്തി അവിടെ നിന്ന് അവീചി എന്ന് പേരുള്ള നരകത്തിലേക്ക് വീഴും. തലകീഴായിട്ടാണ് അവീചിയിലേക്കുള്ള പതനം ഉണ്ടാവുക. ആ അവീചി എന്ന നരകം വെള്ളവും തിരയും ഉള്ളതാണ് എന്ന് തോന്നും. അതുകൊണ്ടാണ് അതിനെ അവീചി എന്ന് പറയണത്. അവിടെ വീഴുന്നവൻ്റെ ശരീരം എള്ളിൻതരി പോലെ നുറുങ്ങിപ്പോകും എന്ന് പറയാണ്. എന്നാലും അവൻ മരിക്കുകയില്ല. കഷ്ടതകളെ അനുഭവിക്കാൻ വേണ്ടി വീണ്ടും മലമുകളിലേക്ക് കയറ്റും. അതേമാതിരി ബ്രാഹ്മണനോ വ്രതനിഷ്ഠനായ രാജാവോ വൈശ്യനോ അവരുടെ കളത്രമോ സോമമോ സുരയോ പാനം ചെയ്താൽ പ്രമാദം മൂലം എങ്ങനെ ചെയ്തതായാലും അവരെ യമദൂതന്മാർ നരകത്തിൽ കൊണ്ടിടും. കാരിരുമ്പ് തീയിൽ ശരിക്ക് ഉരുക്കി ദ്രവമാക്കി അവരെ കൊണ്ട് കുടിപ്പിക്കും. നീചകുലത്തിൽ പിറന്നവനാണെങ്കിലും സ്വന്തം കേമത്തെന്നടിക്കുന്ന നരാധമൻ, വിദ്യ, ഉന്നതകുലത്തിലെ ജന്മം, തപസ്, വർണ്ണാശ്രമാചാരങ്ങളിലുള്ള നിഷ്ഠ ഇവ കൊണ്ട് ശ്രേഷ്ഠന്മാരായ വ്യക്തികളെ ബഹുമാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ നരാധമനെ യമഭരന്മാർ ക്ഷാരകർദ്ധമം എന്ന നരകത്തിൽ കൊണ്ടുപോയിടും. അവിടെ തലകീഴായി നിർത്തി ദുരന്ത പീഡകൾ അനുഭവിപ്പിക്കും എന്ന് പറയാണ്. കാമമോഹിതരായിട്ട് നരബലി നടത്തി നരമാംസം ഭുജിക്കുന്ന സ്ത്രീ പുരുഷന്മാരെ യമഭടന്മാർ രക്ഷോഭോജനം എന്ന നരകത്തിലാണ് കൊണ്ടുപോയി തള്ളുക. അവിടെ കൊന്നിട്ടുള്ള നരപശുക്കളെല്ലാം നേരത്തെ യമസദനത്തിൽ എത്തിയിട്ടുണ്ടാവും. അവരെ കശാപ്പുകാരെ പോലെ സ്വഹന്താക്കളെ, അവരെ കൊന്നിട്ടുള്ളവരെ വാളുകൊണ്ട് അരിയും. സ്വഹന്താക്കൾ ഇവിടെ വെച്ച് എത്ര ഭയങ്കര രാക്ഷസന്മാരും നരഭോജികളുമായിരുന്നുവോ അതുപോലെ അവർ ആരാണോ ഈ ചെയ്തത് അവരുടെ രക്തം ഇതാ അവിടെയുള്ളവർ നമ്മൾ യാതന അനുഭവിച്ച മൃഗങ്ങളെ കുടിച്ച് പാടി പലതരത്തിൽ നൃത്തം ചെയ്യും അവർ എന്ന് പറയുകയാണ്. അവരുടെ മാംസങ്ങളെല്ലാം കീറി കഴിച്ച് സുഖഭോഗങ്ങൾ അനുഭവിച്ച് പാടിയും ആടിയും നടക്കുന്ന മനുഷ്യൻ അവിടെ പോകുമ്പോൾ ഇതേ യാതനകൾ അവന് അവരുടെ തന്നെ കയ്യിൽ കൊണ്ട് ആരെയാണോ കൊന്നത് ആ മൃഗങ്ങളുടെ കൈ കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്നു എന്നർത്ഥം. ആർക്കും ഒരു ദോഷവും ചെയ്യാതെ ജീവിക്കാനുള്ള ആഗ്രഹത്തോടെ കാട്ടിലോ നാട്ടിലോ കഴിയുന്ന പ്രാണികളെ അവ വിശ്വസിച്ച് അടുത്തു വരുമ്പോഴോ വിശ്വസിപ്പിച്ചോ പിടികൂടി ശൂലം, നൂല് തുടങ്ങിയവയിൽ കോർത്ത് കളിപ്പാട്ടങ്ങളാക്കി കൊല്ലുന്നവരെ മരണാനന്തരം ശൂലപ്രോതം എന്ന നരകത്തിൽ പതിക്കും. അവരുടെ ശരീരം ശൂലാദികളിൽ കോർക്കും. വിശപ്പും ദാഹവും കൊണ്ട് വശം കെടും. കൊക്കും കഴുകനും കോർത്ത കൊക്കുകളുള്ളതായിട്ടുള്ള മറ്റ് പക്ഷികളും അവരുടെ കൊക്കുകൊണ്ട് കൊത്തിവലിക്കും. വശം കെടുമ്പോൾ തങ്ങൾ ചെയ്ത കടുങ്കൈകളെപ്പറ്റി ഓർമ്മിക്കും. ചില ക്രൂരന്മാർ ജീവജാലങ്ങളെ ഭീഷണിപ്പെടുത്തുമല്ലോ. സർപ്പാദികളെപ്പോലെ ഭയപ്പെടുന്ന അവർ നന്ദശൂകം എന്ന നരകത്തിൽ വീഴും. അപ്പോൾ എല്ലായിടത്തു നിന്നും പിടഞ്ഞെണീറ്റ്
വരുന്ന 5ഉം 7ഉം തലയുള്ള ക്രൂരബുദ്ധിയോടുകൂടിയായിട്ടുള്ള സർപ്പങ്ങൾ എലികളെ എന്ന പോലെ നരകത്തിലേക്ക് വന്നവരെ വിഴുങ്ങും. അന്ധകൂപങ്ങളിലും അന്ധകാരം നിറഞ്ഞ ഗൃഹങ്ങളിലും ഇട്ട പ്രാണികളെ കൊല്ലുന്നു എങ്കിൽ ആയുധധാരികളായിട്ടുള്ള യമഹിങ്കരന്മാര് പാപകർമ്മലോലുപരായ മനുഷ്യരെ അതുപോലെയുള്ള അന്ധകാരമായിട്ടുള്ള സ്ഥലങ്ങളിലിട്ട് വിഷപ്പുകയേൽപ്പിച്ചു കൊല്ലും. ഭക്ഷണ സമയത്ത് വരുന്ന അതിഥികളെ ദഹിപ്പിക്കുമാറ് വെറുപ്പോടെ വീക്ഷിക്കുന്ന ഗൃഹസ്ഥനായ ബ്രാഹ്മണനെ യമകിങ്കരന്മാരെ നരകത്തിൽ കൊണ്ടിടും. ആ പാപദൃഷ്ടിയുടെ കണ്ണുകൾ രണ്ടും വജ്രതുല്യമായ കൊക്കുകളെ കൊണ്ട് കാക്കിയും കഴുകനും വലിയ പരുന്തും കഴുകന്മാരും എല്ലാം ബലത്താൽ കൊത്തി വലിച്ച് കഠിനമായി പീഡിപ്പിക്കും. പണക്കാരനാണ് എന്ന ഭാവത്തിൽ അഹങ്കാരത്തോടെ തിരിഞ്ഞു നോക്കുവാൻ പോലും മടിക്കുകയും ധനത്തിൻ്റെ വരവ് ചെലവുകളെപ്പറ്റി മാത്രം ചിന്തിച്ച് മുഖവും മനസ്സും വരണ്ട അസന്തുഷ്ടനായി ധനത്തിൽ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന നരന്മാരൊക്കെ യമകിങ്കരന്മാരെ മരണത്തിന് ശേഷം അവൻ്റെ കർമ്മഫലമായിട്ട് സൂചിമുഖം എന്ന നരകത്തിൽ വീഴ്ത്തും. പണം കാത്തു സൂക്ഷിക്കുന്ന പിശാചിനെയും സൂചിമുഖത്തിലാണ് കൊണ്ടിടുക. അവിടെ തുന്നൽക്കാരനെ പോലെ ഈ യമൻ്റെ കിങ്കരന്മാർ നൂലുകോർത്ത് സൂചി കൊണ്ടും തുന്നും. ഇതുപോലെ നാനാതരത്തിലുള്ള നരകങ്ങൾ ഉണ്ട് എന്നറിയുക. പാപകർമ്മം ചെയ്യുന്ന മനുഷ്യർക്ക് കർമ്മഫലം അനുഭവിക്കാനുള്ള സ്ഥാനങ്ങൾ ഇതുപോലെ നൂറുകണക്കിനുണ്ട്. ഹേ നാരദ, പറഞ്ഞതും ഇനി പറയേണ്ടതുമായ ആയിരക്കണക്കിന് നരകങ്ങൾ ഇനിയും വേറെയുണ്ട് എന്നാണ് ഇവിടെ പറയണത്. 28 നരകങ്ങളെയും യാതനകളെയും കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇത് കൂടാതെ ഇനിയും കുറേ നരകങ്ങളുണ്ടെന്നാണ് പറയണത്. ക്ലിഷ്ടയാതനകൾ ധാരാളം അനുഭവിക്കേണ്ട 20 നരകങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. പാപാത്മാക്കളെ ഇങ്ങനെ നരകദുഃഖം അനുഭവിക്കുന്നത് പോലെ ധർമ്മിഷ്ഠരും സുഖഭൂയിഷ്ടമായ ലോകങ്ങൾ പ്രാപിക്കും. ധർമ്മങ്ങളെപ്പറ്റി ഞാൻ നേരത്തെ പലതും അങ്ങയോട് പറഞ്ഞിട്ടുണ്ട്. ആ ദേവീ പൂജന രൂപത്തിലുള്ളവയും ദേവി ആരാധനാ ലക്ഷണങ്ങളും ഉള്ളവയുമാണ് അവയെല്ലാം. അതെല്ലാം അനുഷ്ഠിക്കുന്ന പക്ഷം മനുഷ്യന് നരകത്തിൽ പോകേണ്ടി വരില്ല. പൂജിക്കുന്നുവെങ്കിൽ ആ ദേവി ആരെയും സംസാര സമുദ്രം കടത്തിവിടും, മോക്ഷപഥത്തിലേക്ക് എത്തിച്ചേർക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നരകവർണ്ണനെ ഇവിടെ ചുരുക്കത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ദേവി ഭാഗവതത്തിൽ സാധാരണ ഭാഗവത സത്രവേദികളിൽ ഒന്നും ഈ നരക വർണ്ണനകളൊന്നും ദീർഘിപ്പിച്ച് പറയാറില്ല. കാരണം മനസ്സിന് സുഖവും ശാന്തിയും സമാധാനവും കിട്ടാനാണല്ലോ നമ്മൾ സത്സംഗങ്ങളിൽ പോകുന്നത്. അവിടെ വെച്ച് ഇത്തരത്തിലുള്ള നരകയാതനകളെക്കുറിച്ചും നരകത്തിൽ പോകാനുള്ളതായിട്ടുള്ള കർമ്മങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്ന സമയത്ത് എത്രയൊക്കെ തന്നെ ആയാലും നമ്മുടെ മനസ്സിനെ അത് വിഷമിപ്പിക്കും. ഇതിലിപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ ചെയ്യാത്തവരായിട്ട് ആരും ഇല്ലല്ലോ നമ്മളിൽ. അറിഞ്ഞോ അറിയാതെ കണ്ടോ അല്ലെങ്കിൽ സന്ദർഭോചിതമായിട്ടോ ഒക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും പലപ്പോഴും. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിന് വളരെ ദുഃഖമുണ്ടാവും, ഇല്ലേ? ഏത് നരകത്തിലൊക്കെയാണ് ഞാൻ പോവുക? അവിടെ പോയി എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടി വരിക? വാസ്തവത്തിൽ അത്രൈവ സ്വർഗോ നരകഹ എന്നൊക്കെ ഭാഗവത പുരാണത്തിൽ ശ്രീശുകൻ പറയുന്നുണ്ട്. ഇവിടെ തന്നെയാണ് പരീക്ഷിത്തെ, ഈ ഭൂമിയിൽ തന്നെയാണ് ഈ സ്വർഗവും നരകവും ഒക്കെ. എപ്പോഴാണോ സുഖവും ശാന്തിയും സമാധാനത്തോടും കൂടി നമ്മൾ ഗൃഹത്തിൽ വസിക്കുന്നത്, അപ്പോൾ ഒക്കെ വിചാരിക്കണം നമ്മൾ സ്വർഗത്തിലാണ് എന്ന്. എപ്പോഴാണോ ദുഃഖങ്ങളോട് കൂടിയിട്ട് നമ്മൾ പലതിലും പെട്ടുപോയിക്കൊണ്ട്, അത് രോഗമായാലും ശരി, മറ്റുള്ള തരത്തിലുള്ള വേദനകൾ ദുഃഖങ്ങളായാലും ശരി, ആ ദുഃഖങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അപ്പോൾ നമുക്ക് വിചാരിക്കാം നമ്മളൊക്കെ നരകത്തിലാണ് എന്ന്. ഇതുതന്നെയാണ് സുഖവും സമാധാനവും ശാന്തിയും തന്നെയാണ് സ്വർഗം. മറ്റുള്ള വിധത്തിലുള്ള ദുഃഖങ്ങൾ ക്ലേശങ്ങൾ ശാരീരികമായും മാനസികമായും ഉണ്ടാവുന്നത് തന്നെയാണ് നരകം എന്ന് പറയുന്നത്. അപ്പോൾ ആ നരകയാതനയിൽ പറഞ്ഞതൊക്കെ ഇവിടെയും അനുഭവിക്കുന്നുണ്ട് പലതായിട്ടും. ഇനിയിപ്പോൾ മനുഷ്യരായിട്ട് എന്നല്ല, പശുപക്ഷി മൃഗാ